ലോകത്തിന്റെ സമാധാന ഭൂപടത്തിൽ പശ്ചിമേഷ്യ ഇപ്പോഴും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. എന്നാൽ സമീപകാലത്ത് ഇറാൻ പുറപ്പെടുവിച്ച മുന്നറിയിപ്പുകൾ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ അധികം സമയമില്ലെന്ന സൂചനയാണ് നൽകുന്നത്. ഇതുവരെ കണ്ടത് വെറും നിയന്ത്രിത പ്രതിരോധം മാത്രമാണ്. ഇനി വരാനിരിക്കുന്നത് യഥാർത്ഥ പ്രത്യാക്രമണത്തിന്റെ അധ്യായമാണെന്ന ഇറാൻ സൈനിക നേതൃത്വത്തിന്റെ പ്രസ്താവന ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിശുദ്ധ റമദാൻ മാസത്തെ ആത്മസംയമനത്തിന്റെ കാലഘട്ടം അവസാനിച്ചതോടെ ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് പൂർണ്ണ രൂപത്തിൽ പുറത്തെടുക്കാൻ തയ്യാറെടുക്കുന്നു എന്നത് വെറും ഒരു ഭീഷണിയല്ല, മറിച്ചൊരു കൃത്യമായ യുദ്ധ പ്രഖ്യാപനമായാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ഒരു കരസേന ആക്രമണ സാധ്യത ഉയരുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇറാന്റെ പ്രതികരണം കടുപ്പമേറിയതായത്. ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏതൊരു നീക്കവും ചരിത്രത്തിലെ ഏറ്റവും വലിയ ചുവപ്പുരേഖ ലംഘനമായിരിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനിയൻ മണ്ണിൽ ഒരു വിദേശ സൈനികന്റെ കാൽപാദം പതിയുക എന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന സന്ദേശം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇറാൻ വെറും ഒരു പ്രതിരോധത്തിനല്ല തയ്യാറെടുക്കുന്നത്, മറിച്ച് ശത്രുവിനെ അമ്പരപ്പിക്കുന്ന സർപ്രൈസ് ആക്രമണങ്ങൾക്കാണ്. സാധാരണ യുദ്ധമുറകളിൽ നിന്നും വ്യത്യസ്തമായി ശത്രുവിന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത സാങ്കേതിക വിദ്യകളും ഗറില്ല തന്ത്രങ്ങളും ഉപയോഗിച്ച് തിരിച്ചടിക്കാനാണ് ഇറാന്റെ നീക്കം. ഇത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഈ സംഘർഷം വെറും ഒരു അതിർത്തി തർക്കമല്ല, ഇത് രാജ്യത്തിന്റെ അഭിമാനത്തെയും ഇസ്ലാമിക വിപ്ലവത്തിന്റെ പൈതൃകത്തെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തങ്ങളുടെ പ്രമുഖ സൈനിക കമാൻഡർമാരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ രാജ്യത്തെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമങ്ങളും ഇറാന്റെ ക്ഷമ നശിപ്പിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ലെന്നും യുദ്ധം സ്വന്തം മണ്ണിൽ നിന്ന് ശത്രുവിന്റെ താവളങ്ങളിലേക്ക് മാറ്റുമെന്നും അവർ പ്രഖ്യാപിക്കുന്നു. ഇറാന്റെ മുന്നറിയിപ്പ് അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങൾക്കും ഇത് ബാധകമാണ്. പ്രത്യേകിച്ചും UAE പോലുള്ള രാജ്യങ്ങൾ ഈ സംഘർഷത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന സൂചന ഇറാൻ നൽകുന്നുണ്ട്. ദുബായ്, അബുദാബി തുടങ്ങിയ ലോകപ്രശസ്തമായ സാമ്പത്തിക കേന്ദ്രങ്ങൾ യുദ്ധത്തിന്റെ നിഴലിലാണെന്ന പരാമർശം ആഗോള വിപണിയെ ആശങ്കയിലാഴ്ത്തുന്നു. ഈ നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ വിനോദസഞ്ചാര മേഖലയ്ക്കോ നേരെ ഉണ്ടാകുന്ന ചെറിയൊരു നീക്കം പോലും ആഗോള സാമ്പത്തിക ക്രമത്തെ തകിടം മറിക്കും. ലോകത്തിന്റെ എണ്ണ വിതരണവും വ്യാപാരവും നിയന്ത്രിക്കുന്ന ഈ മേഖലയിൽ അസ്ഥിരത ഉണ്ടായാൽ അത് ലോകമൊട്ടാകെ ഇന്ധനവില വർധനവിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകും. ഇറാന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ അവരുടെ തദ്ദേശീയമായ സൈനിക ശേഷിയാണുള്ളത്. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഡ്രോൺ സാങ്കേതിക വിദ്യയും ദീർഘദൂര മിസൈലുകളും ഇറാന്റെ പക്കലുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പോലും ഇറാന്റെ ഡ്രോണുകൾ ചെലുത്തിയ സ്വാധീനം ലോകം കണ്ടതാണ്. അമേരിക്കൻ സൈനിക താവളങ്ങളെയും കപ്പലുകളെയും നിഷ്പ്രഭമാക്കാൻ തങ്ങളുടെ മിസൈൽ വ്യൂഹത്തിന് കഴിയുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. സർപ്രൈസ് എന്നവർ വിശേഷിപ്പിക്കുന്നത് മിക്കവാറും ഇത്തരം അത്യാധുനിക ആയുധങ്ങളുടെ പ്രയോഗത്തിനായിരിക്കും. പശ്ചിമേഷ്യയിലെ സമാധാനം തകർത്തത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലുകളാണെന്നാണ് ഇറാന്റെ വാദം. നയതന്ത്രപരമായ പരിഹാരങ്ങൾക്ക് ശ്രമിക്കുന്നതിന് പകരം ഇസ്രയേലിനെ ഉപയോഗിച്ച് ഇറാനെ പ്രകോപിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള നേതാക്കൾ ഇറാനെതിരെ സ്വീകരിച്ച കടുത്ത നിലപാടുകൾ മേഖലയെ യുദ്ധത്തിലേക്ക് നയിച്ചു. എന്നാൽ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പാരമ്പര്യം തങ്ങൾക്കില്ലെന്നും സ്വന്തം അന്തസ്സും മണ്ണും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാന്റെ ഈ നീക്കങ്ങൾ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെയാണോ എന്ന സംശയവും അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. അമേരിക്കയുടെ ഏകപക്ഷീയമായ അധിനിവേശത്തിന് അന്ത്യം കുറിക്കാൻ ഇറാൻ നടത്തുന്ന ശ്രമങ്ങൾ പല ലോകരാജ്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. ഈ സംഘർഷം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങാതെ ഒരു ആഗോള യുദ്ധമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇറാന്റെ പ്രതിരോധം കേവലം ഒരു രാജ്യത്തിന്റെ അതിജീവനമല്ല, മറിച്ച് വൻ ശക്തികളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെയുള്ള ഒരു സന്ദേശം കൂടിയാണ്. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല എന്ന ചരിത്ര സത്യം നിലനിൽക്കുമ്പോഴും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോരാട്ടം ഒരു നിർണായക ഘട്ടത്തിലാണ്. 48 മണിക്കൂർ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്തും സംഭവിക്കും എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഒരു മിസൈൽ പതിച്ചാൽ അതിന്റെ മറുപടി ഗൾഫ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകൾക്കോ അല്ലെങ്കിൽ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്കോ നേരെയുള്ള വലിയൊരു ആക്രമണമായിരിക്കും. നയതന്ത്രത്തിന്റെ വാതിലുകൾ അടയുകയും ആയുധങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു വിനാശകരമായ യുദ്ധത്തിന്റെ വക്കിലാണ്. ഇറാന്റെ നിശ്ചയദാർഢ്യം വരും കാലങ്ങളിൽ മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ലോകം ഭീതിയോടെ കാത്തിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ ആകാശം ചുവക്കുന്നത് യുദ്ധത്തിന്റെ സൂചനയാണോ അതോ അതിജീവനത്തിന്റെ പോരാട്ടമാണോ എന്നത് കാലം തെളിയിക്കും. ഇറാന്റെ മുന്നറിയിപ്പുകൾ ലോകം ഇന്നുവരെ കാണാത്ത തരം പ്രത്യാക്രമണങ്ങളെക്കുറിച്ചാണ്. ഈ നിഴൽ യുദ്ധം ഒരു മഹാവിസ്ഫോടനമായി മാറിയാൽ അതിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങില്ല, മറിച്ച് ആഗോള സമാധാനത്തിന്റെയും സാമ്പത്തിക സ്ഥിരതയും അത് എന്നേക്കുമായി തകർക്കും. വൻ ശക്തികൾ സംയമനം പാലിക്കാത്ത പക്ഷം ലോകം മറ്റൊരു മഹാദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നതും ഉറപ്പാണ്.